എന്നെയും എൻ്റെ അമ്മയെയും ചേർത്ത് അധിക്ഷേപിച്ചു. തെറ്റായ സന്ദേശം നൽകുന്ന ഒരുപാട് യുവാക്കളുണ്ട്. അവർക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പുതിയ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നരേന്ദ്രമോദി ഓൺലൈനിൽ എത്തിയിരിക്കുകയാണ്. കണ്ടിരുന്നോ? കണ്ടിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ എന്താ മനസ്സിലേക്ക് വന്നതെന്ന് വെച്ചാൽ, ഒരു സിനിമയിലെ ജഗതിച്ചേട്ടൻ ഈ ഭഗീരഥൻ പിള്ള എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമയുണ്ട്. അതിനകത്ത് ഈ പകൽ മുഴുവൻ നല്ല മാന്യനായിട്ടൊക്കെ നടന്നിട്ട് രാത്രി മറ്റേ ശാന്തയുടെ വീട്ടിൽ കയറാൻ പോകുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ. അതുപോലെയാണ് ഈ ഓൺലൈനിൽ വന്നിട്ട് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. എന്നിട്ട് പറയും ഓക്കെ, എങ്ങനെയാണ്, നിങ്ങൾ എന്നെ അപമാനിച്ചു, ഞാനത് ക്ഷമിക്കുന്നു, കുഴപ്പമില്ല, നിങ്ങളെ ശിക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു വിഷയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മോദി ഉപദേശങ്ങളങ്ങ് നടത്തുക. ഞാൻ വായിക്കാം മോദിയുടെ പുതിയ വീഡിയോയിലെ സന്ദേശം. ജന്തർ മന്ദറിൽ സംഭവിച്ചത് രാജ്യം മുഴുവൻ കണ്ടതാണ്. വഴിതെറ്റിയ ചില യുവാക്കൾ സാംസ്കാരിക സമൂഹത്തിന് ചേരാത്ത ഭാഷയാണ് പ്രയോഗിച്ചത്. എന്നെയും അന്തരിച്ച എൻ്റെ അമ്മയെയും അവർ അധിക്ഷേപിച്ചു. ചെറുപ്പത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ തെറ്റുകൾ തിരുത്താനുള്ള അവസരം നൽകുകയാണ് വേണ്ടത്. അവരെ ശിക്ഷിക്കുന്നതും കോടതികളിൽ കയറ്റി ഇറക്കുന്നതും ബുദ്ധിമുട്ടിക്കുന്നതും കൊണ്ട് സാഹചര്യം മാറില്ല. അവരെ കെട്ടിപ്പിടിച്ച് ശരിയായ വഴി കാണിച്ചു കൊടുക്കേണ്ട സമയമാണിത്. അവർക്ക് മാപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമൂഹവും ഇത് അംഗീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത്. ഇതിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ മോദിയെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ചർച്ച ചെയ്തു, റീൽസുകൾ ഇടാൻ വേണ്ടി ഇനി കേന്ദ്രമന്ത്രിമാർ തയ്യാറാവുന്നുവെന്ന്. അതിനൊരു തുടക്കം അല്ലെങ്കിൽ ഒരു ചുവടുവെപ്പാണ് മോദി കുറിച്ചിട്ടുള്ളത്. മിക്ക ദിവസങ്ങളിലും രാത്രിയാകുമ്പോൾ ഹായ് ഫ്രണ്ട്സ്, അതെ ഹായ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് മോദി വരാറുണ്ട്. ആയിക്കോട്ടെ, നല്ലൊരു കാര്യം. സംവദിക്കണം, വിദ്യാർത്ഥികളുമായി യുവാക്കളുമൊക്കെ ആയിട്ട് സംവദിക്കണം. നമുക്കപ്പോഴും ഒരു പരാതി ഉള്ളത് മാധ്യമപ്രവർത്തകരെ ഭയന്ന് ഒളിച്ചോടുന്നു എന്നുള്ളത്, മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വരുന്നില്ല എന്നുള്ളതാണ്. അതും അവിടെ നിൽക്കട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്തും നമ്മൾ എന്താ കാണുന്നത്? ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള കേസുകൾ പിൻവലിക്കാനായി തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ളവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഫോൺ ചോർത്തുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലേക്കുള്ള പ്രവണതകളിലേക്ക് കടന്നുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ, അവിടെ തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് നേരെ കേസുകൾ എടുക്കുന്നു. ഒരുപാട് റീൽസൊക്കെ ചെയ്തിരുന്ന പ്രൊട്ടസ്റ്റിലുണ്ടായിരുന്ന ഒരു പയ്യൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംസാരിക്കുന്നത് ഒരു കാര്യം, പ്രവർത്തിക്കുന്നത് മറ്റൊരു കാര്യവും കൂടി ആകുമ്പോൾ വളരെ തെറ്റായിട്ടുള്ള ഒരു നയമാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ചെയ്തു വെക്കുന്നത്. വളരെ PR ആണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ രസം. മറ്റേ ഇങ്ങനെ സംസാരിച്ചാൽ കുറച്ചും കൂടെ യൂത്തിന് ഓക്കെ ആയിരിക്കും, ഇങ്ങനെ സംസാരിച്ചാൽ ജെൻസിക്ക് കുറച്ചും കൂടെ ഓക്കെ ആയിരിക്കും എന്നൊക്കെ മോദിയെ പറഞ്ഞ് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ മോദിയുടെ ഒപ്പം നിന്ന് ഇതൊക്കെ കാര്യം പറഞ്ഞു കൊടുക്കാൻ കുറേ ആളുകളുണ്ടെന്നേ. കൃത്യമായ PR ഉണ്ട് അതിൻ്റെ പുറകെ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഐഷി ഘോഷിൻ്റെ ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്താനും ഒക്കെ ഇവരൊക്കെ തന്നെയാണ് ആളെ അയക്കുന്നതെല്ലാം. എന്നാൽ അവസാനം കോടതിയാണ് പറഞ്ഞത് അറസ്റ്റ് നടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കോടതി പറഞ്ഞു വെച്ചതിലൂടെയാണ് ഐഷി ഘോഷിന് കുറച്ച് ആശ്വാസം കിട്ടിയത്. അപ്പോൾ അതാണ് ഇവിടെ ഓഫ്ലൈനായിട്ട് വന്ന് പറയുന്നു എൻ്റെ പൊന്നു മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഓൺലൈനായിട്ട് വന്നിട്ട് പറയുകയാണ് ഫ്രണ്ട്സ് നമ്മളൊക്കെ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ്, നമ്മളൊരു വീട്ടിൽ മറ്റേ പഴയ മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ ഉപദേശം തരുമല്ലോ, പോട്ടെ, അങ്ങനെ കുറേ ഒരു ഉപദേശമൊക്കെ തന്നിട്ട് സംസാരിക്കുന്നൊരു രീതിയിലേക്കാണ് മോദി മാറുന്നത്. അപ്പോൾ ഇതാണ് യൂത്തിനെ കയ്യിലെടുക്കുക. ഇതിപ്പോൾ കാണുന്നവർക്കെല്ലാം അറിയാം, ഇത് നല്ല കോമാളിത്തരമാണ് ഈ കാണിക്കുന്നത്. ഈ ഫ്രണ്ട്സ് എന്നൊക്കെ ഒന്ന് വിളിച്ച് ഇതൊക്കെ ആക്കിയാൽ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ള ആളുകൾ മറക്കുമെന്നാണോ വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല. അവിടെ ജന്തർ മന്ദറിൽ അടി കൊണ്ടവരാരും മറക്കില്ല, അത് കണ്ടവരാരും മറക്കില്ല, അത് അത്രയും അനുഭവിച്ച ഒരാൾ പോലും മറക്കില്ല. കാരണം ഇപ്പോൾ താങ്കൾക്കും എനിക്കും നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും അനിയനും അനിയത്തിയും ചേട്ടനും എല്ലാവരും നീറ്റ് പരീക്ഷ എഴുതുന്നവരായിരിക്കും. അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നവർക്ക് മാത്രമാണോ ഇത് റിലേറ്റഡ് ആവുന്നത്? നാളെ എൻ്റെ എക്സാമിലേക്ക് ഇത് കടന്നു വരില്ല എന്ന് നമ്മളെങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇത് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആളുകളെ വശപ്പെടുത്താൻ കുറച്ചും കൂടെ ഓൺലൈൻ മീഡിയ ആണ് നല്ലതെന്ന് മോദി ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്.
സോഷ്യൽ അതാണ് മീഡിയ. അതെ അതാണ് ഇത്രയും അല്ലെങ്കിൽ എന്തുകൊണ്ട് മെയിൻ സ്ട്രീം മീഡിയയുടെ അടുത്ത് വരുന്നില്ല, നേരിട്ട് മാധ്യമങ്ങളെ എന്തുകൊണ്ട് കാണുന്നില്ല? അതെ, എത്ര നമുക്ക് നേരിട്ട് മാധ്യമങ്ങളെ കാണാത്തൊരു പ്രധാനമന്ത്രിയാണ്. എത്ര വർഷമായി ഇപ്പോൾ? 10 വർഷത്തേക്കുള്ളായില്ലേ? അതാ നേരിട്ട് മാധ്യമങ്ങളെ കാണാത്തൊരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. ആ പ്രധാനമന്ത്രിയാണ് ഓൺലൈനിൽ രാത്രി വന്നിട്ട് ഫ്രണ്ട്സ്. എനിക്ക് പെട്ടെന്ന് ഈ ആറാട്ടണ്ണനെയൊക്കെ പോലെ തോന്നി. ആറാട്ടണ്ണൻ രാത്രി വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയാം അല്ലേ? അപ്പോൾ പെട്ടെന്ന് അങ്ങനെയൊക്കെ തോന്നിട്ടോ. പക്ഷെ അതാണ്. അപ്പോൾ ഇത് എത്രത്തോളം പോകുമെന്ന് അറിയില്ല. ഇനി ഓരോ ദിവസം ഇതുപോലെ ഫ്രണ്ട്സ് 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 എന്നൊക്കെ വിളിക്കാനായിരിക്കും. എന്തായാലും നല്ല രസമുണ്ട്, കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇതിൽ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തിയിട്ടുള്ള ഒരു 25-കാരിക്കെതിരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും സമാനമായിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു ജാൻമണിക്ക് നേരെ. ജാൻമണിയും ഇതുപോലെ അമ്മയെ അധിക്ഷേപിച്ചു എന്നതുകൊണ്ട് ഒരു കേസ് മഹിളാ മോർച്ച ഉൾപ്പെടെയുള്ളവർ എല്ലാ പോലീസ് സ്റ്റേഷനിലും കൊടുക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു, കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് കേസുകളൊക്കെ അവർ ഫയൽ ചെയ്ത് മുന്നോട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുന്നത് ഈ പ്രതിഷേധിച്ചവർക്ക്, അതായത് നീറ്റ് പ്രൊട്ടസ്റ്റിൽ CJP പ്രൊട്ടസ്റ്റിൽ ഉണ്ടായിരുന്നവരുടെ കേസിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളതാണ്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നോക്കിക്കാണേണ്ട ഒരു വസ്തുത. ഇത്തരത്തിൽ രണ്ട് കാര്യങ്ങൾ, ഇത് പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ഒരു കാര്യം കൂടെ ആകുമ്പോൾ, വ്യത്യസ്ത കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ പ്രതിഷേധിച്ചവർക്കും നീതി ആവശ്യമല്ലേ? ഇപ്പോൾ മോദി പറയുന്നുണ്ട്, ഞാൻ ആരുടെയും ഇതിനു വേണ്ടി പോകുന്നില്ല, നമുക്ക് തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാം, അധിക്ഷേപ പരാമർശങ്ങളൊക്കെ നടത്തിയവരെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കണം, തെറ്റ് തിരുത്തണം എന്നൊക്കെയല്ലേ പറയുന്നത്. നമുക്കും അങ്ങനെ ആവാം. CJP പ്രൊട്ടസ്റ്റ് നടത്തിയവർക്കെതിരെ കേസൊന്നും വേണ്ട, കെട്ടിപ്പിടിച്ചിട്ട് ആശ്വസിപ്പിച്ചങ്ങ് റദ്ദാക്കുന്നില്ല അല്ലേ? അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോ CJP പ്രൊട്ടസ്റ്റ് നടത്തിയവർക്ക് നേരെ കേസെടുക്കുമ്പോഴും ഇവിടെയും കേസെടുക്കണം. അല്ലെങ്കിൽ അവിടെ മോദി അല്ല എന്നാണെങ്കിൽ ശരി, വേണ്ട, ഇവിടത്തെ കേസ് അവസാനിപ്പിക്കണം. ഏതെങ്കിലും ഒരു നിലയ്ക്കുള്ള തീരുമാനം മോദിയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇടയ്ക്കിടയ്ക്ക് രാത്രി വന്നുകൊണ്ട് ഹായ് ഫ്രണ്ട്സ് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പോകും. എത്രത്തോളം ഇത് ജെൻസി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ജെൻസികൾ ഇതിനെ അത്ര അങ്ങ് മുഖവിലക്കെടുത്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതൊരു എന്തോ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി, ഒരു കരുനീക്കത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ മാറാനുള്ള കാര്യങ്ങളാണ്, അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാണെങ്കിലും നമ്മളിപ്പോഴും ചോദിക്കുന്നത് CJP പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തവരുടെ കേസ്, അതിന് അവസാനം എന്തായിരിക്കും? അതാണ് ഉറപ്പായിട്ടും അത് ചോദിക്കേണ്ട വിഷയം തന്നെയാണല്ലോ. അല്ലാതെ രാത്രി വന്നിട്ട് ഫ്രണ്ട്സ് എന്ന് വിളിച്ച് ശരിയാവില്ല. അവിടെ പ്രതിഷേധിച്ചവർ ആ ഒരു 3 പ്രധാന കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഇവിടെ സമരം അവസാനിപ്പിച്ചത്. അറിയാലോ, ഒന്ന് അവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം 1 കോടി രൂപ വെച്ച് കൊടുക്കണം. രണ്ടാമതെന്നുള്ളത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതായിരുന്നു. മൂന്നാമത്തത് അവരുടെ പേരിൽ ആരുടെയും പേരിൽ കേസ് എടുക്കരുത് എന്നുള്ളതാണ്. ഇവിടെ എന്താ, അപ്പോൾ രഞ്ജിനി ഹരിദാസിന്റെ വീട്ടിലും SIT വരുമെന്നുള്ള EDയും NIA ഒക്കെ വരുമെന്നുള്ള സൂചനകളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. അവിടെ പ്രതിഷേധിച്ചവരെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളുടെ പ്രതിപക്ഷത്ത് ഇവിടെ സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ടോ? നമ്മളുടെ സഭയിലെ പ്രതിപക്ഷത്തിന് സംസാരിക്കാനുള്ള മൈക്ക് കൊടുക്കുന്നില്ല. ഓം ബിർള നമ്മളുടെ സ്പീക്കർ മാറിക്കളയുകയാണ്, അല്ലെങ്കിൽ അവിടെ അനുവദിക്കുന്നില്ല. ഒരു പ്രതിപക്ഷം സംസാരിച്ചിട്ടില്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? ചോദ്യം ചെയ്യാൻ ഒരാളില്ലെങ്കിൽ അതൊരു ഫാസിസ്റ്റ് രാജ്യമല്ലേ, അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഭരണകൂടമല്ലേ? ഇവിടെ പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, സമയം കൊടുക്കുന്നില്ല, ക്യാമറ അങ്ങോട്ട് കാണിക്കുന്നില്ല, മൈക്ക് തിരിക്കുന്നു. ഇത്തരം പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ആ ഭരണകൂടം അവരറിയാതെ തന്നെ, നമ്മൾ മറ്റേ തീവ്രവാദികളായെന്ന് പറയുന്ന പോലെ അവരറിയാതെ തന്നെ അവർ ഫാസിസ്റ്റ് ഭരണകൂടം ആവുകയാണ്. കാരണം പ്രതിപക്ഷത്തെ കേൾക്കാൻ ഭരണകൂടത്തിന് കഴിയണം. എന്നാലല്ലേ അത് കുറച്ചും കൂടെ മെച്ചപ്പെട്ട അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ഭരണകൂടമായി മാറുള്ളൂ അല്ലേ?